എൻ്റെ പേര് ഗോകുൽ. എനിക്കിപ്പം 25 വയസ്സ് പ്രായം. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയനും. ഞാനിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് വെറുതെ കറങ്ങി നടക്കുന്നു. ഇടയ്ക്കൊക്കെ കാറ്ററിംഗ് വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും പരിപാടിയൊക്കെ ഒപ്പിച്ച് ജീവിച്ചു പോകുന്നു. അതിൻ്റെ കൂടെ നല്ല ഒരു ജോലിക്ക് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു സഹോദരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. വീട്ടിലെ ചെറിയ പരിപാടികൾക്ക് കണ്ട് നല്ല പരിചയമൊക്കെ ഉണ്ട് എന്നല്ലാതെ അടുത്തങ്ങനെ ഇടപഴകിയിട്ടില്ല. രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആളിൽ നാട്ടിൽ തന്നെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ആൾക്ക് ഏകദേശം 43 വയസ്സ് പ്രായമുണ്ട്. പുള്ളിയുടെ ഭാര്യയാണ് നമ്മുടെ കഥയിലെ നായിക. ബിന്ദു എന്നാണ് ചേച്ചിയുടെ പേര്. ഓരോ 38 വയസ്സ് പ്രായമുണ്ട്, എന്നാൽ കണ്ടാൽ അത്ര തോന്നുന്നുമില്ല. അങ്ങനെ പുള്ളി ഞാൻ ജോലി അന്വേഷിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞു. പുള്ളിയുടെ ബാങ്കിൽ ഒരു ഒഴിവ് ഉണ്ടെന്നും നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് നോക്കാനും പറഞ്ഞു. ഏതായാലും വെറുതെ ഇരിക്കല്ലേ, എങ്കിൽ പിന്നെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞാൻ അടുത്ത ദിവസം സർട്ടിഫിക്കറ്റൊക്കെ ആയി ബാങ്കിലെത്തി. രവിയേട്ടൻ എന്നെ മാനേജർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ രവിയേട്ടൻ്റെ സ്വാധീനം കൊണ്ടോ എന്നൊന്നും അറിയില്ല, എന്നെ ജോലിക്കെടുത്തു. നാളെ മുതൽ ജോലിക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. ജീവിതത്തിൽ കിട്ടിയ ആദ്യ ജോലി. എന്നായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് രവിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാം എന്നൊരു തീരുമാനം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. എന്നാൽ എനിക്കതത്ര താല്പര്യം തോന്നിയില്ല. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണല്ലോ നമുക്കെപ്പോഴും നല്ലത്. ഏതായാലും ഞാൻ അടുത്ത ദിവസം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു പുതിയ ഇടത്തേക്ക് തിരിച്ചു. ആദ്യം ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ വാടക റൂം നോക്കാമെന്നും എന്നെല്ലാം തീരുമാനത്തിലായിരുന്നു ഞാൻ അവിടെ എത്തിയത്. ചേട്ടൻ്റെ വീട്ടിലെത്തി. കാളിമ്പല്ല് അടിച്ചു. വാതിൽ തുറന്നു. ആരാന്നറിയോ? നമ്മുടെ ഈ ബിന്ദു ചേച്ചി. കണ്ട മാത്രമേ തന്നെ ഞാൻ സത്യത്തിൽ അമ്പരന്ന് പോയി. ചേച്ചി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് തോർത്ത് വെച്ച് മുടിയൊക്കെ കെട്ടി ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള നൈറ്റിയൊക്കെ ഇട്ട് പുഞ്ചിരിയോട് ഡോർ തുറന്ന് നിന്ന് ചേച്ചിയെ ഞാൻ നോക്കി നിന്നു. ആഹാ, ഗോകുൽ, ചേട്ടൻ പറഞ്ഞിരുന്നു വരൂ എന്ന്. കയറുവാ. ഞാൻ അവരുടെ കൂടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ചേട്ടൻ കുളിക്കാൻ കയറിയതായേ ഉള്ളൂ. മോൻ എവിടെ ഇരിക്കേ, ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട ചേച്ചി, കുറച്ച് കഴിഞ്ഞ് മതി. വിശപ്പുണ്ടെങ്കിലും ഞാൻ വെറുതെ ഒന്നങ്ങ് തട്ടി വിട്ടു. അത് കുഴപ്പമില്ല, രാവിലെ ഇറങ്ങിയതല്ലേ, ഞാൻ കഴിക്കാൻ എടുത്തിട്ട് വരാം. എന്നാൽ പിന്നെ ശരി എന്ന മട്ടിൽ ഞാൻ തലയാട്ടി. കഴിക്കാൻ എടുക്കാൻ പോയ ചേച്ചിയെ പിന്നിലൂടെ നോക്കിയപ്പോൾ തന്നെ എൻ്റെ കുട്ടൻ ഉണർന്നു നിന്നു. അത്യാവശ്യം നന്നായി കൂടെയുണ്ടായിരുന്ന ചരുവങ്ങൾ നടക്കുമ്പോൾ ആടിക്കൊണ്ടേയിരിക്കുന്നു. അതും നോക്കി ഞാൻ നിന്നുപോയി. പെട്ടെന്ന് എൻ്റെ ചിന്ത വിട്ടു. ഈശ്വരാ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തനിക്കൊരു ജോലിയും കയറിക്കിടക്കാൻ സ്വന്തം വീട്ടിൽ ഒരു ഇടവും തന്ന രവിചേട്ടൻ്റെ ഭാര്യയാണത്. ഞാൻ ആ മനസ്സിനെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. എന്നാലും ചേച്ചി അടുത്ത് വരുമ്പോൾ നോക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാകും. ചേച്ചി വന്ന് നല്ല ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചു കൊണ്ടിരിക്കുമ്പം ആയിരുന്നു രവിയേട്ടൻ്റെ കുളി കഴിഞ്ഞുള്ള വരവ്. ആഹാ, ഗോകുൽ നീ എത്തിയോ? എന്നാൽ ശരി, ഞാൻ പോയൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് റെഡി ആയിട്ടൊന്ന് വരാം. നീ എന്തേലും ഇന്ന് ജോലിക്ക് കയറണ്ട, രാവിലെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് നാളെ ഫ്രഷായിട്ട് പോകാം. ഞാനും അത് സമ്മതിച്ചു. അങ്ങനെ ചേട്ടൻ റെഡിയായി ഓഫീസിലേക്ക് പോയി. അവർക്ക് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളിപ്പോൾ 5ലെറ്റം പഠിക്കുന്നത്. ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് ചോദിച്ചു. രാവിലെ സ്കൂളിൽ പോയെന്നും ഇനി 5 മണിക്കേ വരുള്ളൂന്ന് ചേച്ചി പറഞ്ഞു. നാട്ടിലെ വിശേഷങ്ങളും അങ്ങ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ വല്ലാതെ അടുപ്പം ഉണ്ടാക്കി. കുറച്ച് ഞാൻ വെറുതെ ഒന്ന് കറങ്ങി വരാം എന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് ഇറങ്ങി ഞാൻ. അങ്ങനെ പോയി ഞാൻ ടൗണിലെത്തി. ഒരു ചായയും കുടിച്ച് സിഗരറ്റ് വലിച്ചു കുറച്ച് നേരം അങ്ങനെ ചിലവഴിച്ചു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ വീട്ടിലെത്തി. ചേച്ചിയാണെങ്കിൽ ഊണെല്ലാം റെഡിയാക്കി എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു.
നീ വന്നോ? ഞാൻ കരുതി ഇനി വൈകിട്ടേ വ- വരൂ എന്ന്. ആഹാ, ചേച്ചി ഈ നാടൊക്കെ ഒന്ന് കണ്ടുവരണ്ടേ? ഇനി കുറച്ച് നാൾ ഇവിടെ തന്നെയല്ലേ അല്ലേ? അതെ, എന്തായാലും ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം. നീ ഒന്ന് കൈ കഴുകിയിട്ട് വാ. ഞാൻ കൈ കഴുകിയിരുന്നു. ചേച്ചി എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ആണ് ഫുഡ് വിളമ്പിയത്. ചേച്ചിയുടെ സൗമ്യതയും ആഹാ മണവും ആരെയും മത്തു പിടിപ്പിക്കും. ചേച്ചി എനിക്ക് നേരെ സൈഡിലിരുന്നു കഴിക്കാൻ തുടങ്ങി. ചേച്ചി ഓരോ കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായ മറുപടിയില്ലായിരുന്നു. പുള്ളിക്കാരി പെട്ടെന്ന് എല്ലാവരോട് കമ്പനിയാകുന്ന ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു മോശ സ്വഭാവം ഇല്ല എന്ന് തോന്നുന്നു. കഴിപ്പ് കഴിഞ്ഞ് ഞാനൊന്ന് മയങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ സമയം 3 മണിയായി. ചേച്ചി അടുക്കളയിൽ എന്തോ അത്താഴത്തിനുള്ള പണികളിലാണ്. ഞാനും കൂടെ ചെന്നു സഹായിക്കാം എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. വെറുതെ ഇരിക്കേണ്ട എന്ന് വെച്ചാ ചേച്ചി. എന്നാൽ എന്നെ സഹായിച്ച് ഇവിടെ കുറച്ചു നേരം ഇരിക്കെ. ഞാനും ഏതായാലും ഒറ്റയ്ക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പണിയെല്ലാം തീർത്തു കൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടുക്കള പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ മുഴുവൻ ചേച്ചിയിലാണ്. അന്യൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ എന്നാലും പറയാമല്ലോ, വികാരത്തിന് ഒരു അതിരില്ലാലോ. നിലത്ത് വീണ എന്തോ ഒരു സാധനം എടുക്കാൻ പോയ ചേച്ചിയെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. എൻ്റെ നോട്ടം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന് ഊഹിച്ച് നോക്കിക്കോളൂ. ഞാൻ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നിന്നുപോയി. ചേച്ചി പെട്ടെന്ന് നിവർന്നു നിന്നു. വാ പൊളിച്ച് നിൽക്കുന്ന എന്നെയാണ് കണ്ടത്. ഞാൻ നോട്ടം പെട്ടെന്ന് മാറ്റി. എന്നാലും ചേച്ചി വ്യക്തമായിട്ട് അത് കണ്ടിരുന്നു. ഞാൻ ആകെ വല്ലാതെയായി. എന്നാലും ഞങ്ങൾ പിന്നെയും സംസാരിച്ചു. എന്നിട്ട് പണിയെല്ലാം തീർത്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മോള് സ്കൂളിൽ നിന്ന് വന്നു. എന്നെ അധികം പരിചയമില്ലാത്തത് ഒരു അങ്കലാപ്പുണ്ട് അവൾക്ക്. എന്നാൽ പിന്നെ അത് മാറ്റി ഞങ്ങൾ നിമിഷ നേരം കൊണ്ട് കൂട്ടായി മാറി. അങ്ങനെയാണല്ലോ, പിള്ളേരെ കൂട്ടുകൂടാൻ വലിയ പാടില്ലാലോ. പിന്നെ സന്ധ്യയായി. ചേട്ടൻ വന്നു. ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കിടന്നുറങ്ങിപ്പോയി. രാവിലെ നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഞാൻ ചേട്ടനും ജോലിക്ക് പോകാൻ സമയമായി. അങ്ങനെ ജോലി സ്ഥലത്തൊക്കെ എത്തി. ആദ്യ ദിവസം ആയിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. ജോലിയൊക്കെ എല്ലാം മനസ്സിലായി. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്നവർ എല്ലാം നല്ല മര്യാദക്കാരാ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ജോലി ആയതിനാൽ സമയം ദിവസവും പോകുന്നതേ അറിയുന്നില്ല. എന്നാൽ ബിന്ദു ചേച്ചി ഒരു വികാരമായി എൻ്റെ ഉള്ളിൽ തിളയ്ക്കാൻ തുടങ്ങിയിരുന്നു. ചേച്ചിയെ എങ്ങനെയെങ്കിലും ഒന്ന് പാട്ടിലാക്കണം, അതെൻ്റെ അതിയായ ആഗ്രഹം. എടുത്തപടി എന്തെങ്കിലും ചെയ്താൽ അത് അബദ്ധമാകും. അതുകൊണ്ട് അതിനുള്ള ദിവസങ്ങൾ തള്ളി നീക്കി ഞാൻ ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ ആദ്യ പടിയായി ചേച്ചിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നറിയാൻ ഞാൻ ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ചേച്ചി രാവിലെ ചായ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുകുട്ടനെ അറിയാത്ത പോലെ കാണിക്കാനൊന്ന് തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ കുറേ പേർ വിജയിച്ച ഐഡിയയാണ് ഇത്. അങ്ങനെ ഞാൻ ചേച്ചി വരുന്ന സമയം നോക്കി ഡ്രസ്സെല്ലാം ഊരി ഒരു കൈലി മാത്രം ധരിച്ചു.